ചെലവിന് കൊടുക്കാൻ കഴിയുന്നവർ കല്യാണം കഴിക്കും. അപ്പോൾ ചെലവിന് കൊടുക്കാൻ കഴിയാത്തവർക്കോ അവർക്ക് വികാരല്ലേ, അതിനെന്താ പരിഹാരം? അപ്പോൾ പറഞ്ഞു അല്ലാത്ത കഴിയാത്ത ആളുകൾ നോമ്പ് നോറ്റാൽ മതി. അപ്പോൾ വികാരത്തെ നോമ്പുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നൈമിഷികമായ ഒരു വികാരം മാത്രമല്ല പെണ്ണിന്റെ ലക്ഷ്യം. ഒരു ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അയാൾക്ക് ഭാര്യ? അയാൾക്ക് ഭാര്യ വവലാദുൻ 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 സ്വാലിഹുൻ യദ്ഉ ലഹു. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടായിട്ടും കാര്യമല്ല, എങ്ങനെയുള്ള മക്കളാവണം? സ്വാലിഹ് സ്വാലിഹ്. വവലാദുൻ 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 സ്വാലിഹുൻ യദ്ഉ ലഹു. സ്വാലിഹായ മക്കൾ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെന്ത് വേണം? ഉമ്മ എന്നാണ് അടിസ്ഥാനപരമായി. പെണ്ണ് നല്ല ഭാര്യ എന്ന് പറയുന്നത് അവന്റെ തന്നെ ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ ഒരു പുരുഷൻ സ്വീകരിച്ചതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇതാണെന്ന് ബഹുമാനപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം. നിങ്ങളോ? നിങ്ങൾ ആണിക്കല്ല. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞു. അത് നമ്മളെ 105 മാർക്കിന്റെ റബ്ബറിന്റെ കഥ പറയല്ല, 18ാം പട്ട തെങ്ങിന്റെ കഥ പറയുമല്ല. അങ്ങനെ വിചാരിക്കണ്ട. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെങ്ങും റബ്ബറിന്റെയും കാര്യമല്ല പറഞ്ഞത്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുകയും മോശപ്പെട്ട ഭൂമിയാണെങ്കിലോ വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. ഇതാ ഒരു ചിത്രം. കമ്പവലിയ മൊക്കനയിട്ട പർദ്ദയിട്ട ഒരു പെണ്ണ്. ഇതാ ഓണാഘോഷത്തോടനുബന്ധിച്ച് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജനമൈത്രിയുടെ ആഭിമുഖ്യത്തിൽ മാങ്കാവ് മൈതാനത്ത് നടന്ന കമ്പവലി മത്സരത്തിൽ നിന്ന് ആരാ കമ്പവലി നടത്തുന്നത്? പർദ്ദയിട്ട സുന്ദരിയായ പെണ്ണ്. ഇതും ഒരു കുടുംബിനി ആവുമല്ലോ. കമ്പവലി കഴിഞ്ഞിട്ട് ക്ലാസ്സിന് വന്നിട്ടുണ്ടാകാം ഒരു പക്ഷേ. അല്ല, അങ്ങനെ ഉണ്ടാവും. അല്ല, നിങ്ങൾ ചിന്തിക്കുക. ഇതാണ് ഇന്നത്തെ സാഹചര്യം. ഒരു മുസ്ലിമത്തായ പെണ്ണ് റമളാൻ മാസം, എന്നിട്ട് അവളുടെ മെയ്ക്കരുത്ത് ആണുങ്ങളിങ്ങനെ ആയിരക്കണക്കായ ആണുങ്ങൾ ഒരു മൈതാനത്ത് നോക്കി നിന്നിട്ട് അവൾ കമ്പവലി നടത്തുക റമളാനിൽ. ആരുടെ അനുയായി? സയ്യിദുനാ മുഹമ്മദുൻ. ആരെ മാതൃകയാക്കേണ്ടവൾ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഖദീജ റളിയല്ലാഹു അൻഹാ. ഇവരെ മാതൃകയാക്കേണ്ട മൊക്കനക്കാരിയായ പെണ്ണിന്റെ കഥ പറയുകയാണ് ഞാൻ. നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇത് നമുക്ക് വളരെ മനസ്സിലാക്കാം. നോക്കൂ, നമ്മുടെ സാഹചര്യം, ഇന്നത്തെ സാഹചര്യം എവിടെയാണ്? സെപ്റ്റംബർ 12-ാം തീയതി വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ നിന്നാണ് ഞാൻ കാണിക്കുന്നത്. ഈ വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലേ? വ്യാഴാഴ്ച കമ്പവലി, വെള്ളിയാഴ്ച ഫോട്ടോ. എങ്ങനെയുണ്ട്? ചിന്തിക്കുക നിങ്ങൾ. എവിടെ സമുദായമേ പ്രതീക്ഷ ഉള്ളത്? എവിടെ? പെണ്ണിന് മത്സരിക്കാം. ആരോട്? പെണ്ണിന് മത്സരിക്കാം. എന്നാ പെണ്ണിന് മത്സരം വേണ്ടേ? പെണ്ണിന് മത്സരിക്കാം, ഭർത്താവിനോട് മത്സരിപ്പിക്കുകയും വേണം. ഞാൻ ചാട്ടത്തിൽ പുണ്യനബിയോട് മത്സരിക്കാറുണ്ടായിരുന്നു എന്ന് ആദ്യകാലത്തൊക്കെ ഞാൻ തന്നെയാ ജയിച്ചിരുന്നത്. കാരണം ഞാൻ നല്ല മെലിഞ്ഞ പെണ്ണായിരുന്നു. ചാടിയിട്ട് ഞാനാണ് വലിയ ലോങ് ജമ്പ് മത്സരം ആരും
കാലുളുക്കിയ ബീജിംഗിൽ നിന്ന് നാണം കെട്ട് ഇന്ത്യയുടെ പൈസയും മുടക്കി പോന്ന കഥ പറയുകയല്ല ഞാൻ. ഇത് ഇവിടുത്തെ കഥ പറയാ, ഇത് മദീനയിലെ കഥ പറയുകയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ തന്റെ ഭാര്യയായ ആയിഷ ബീവി പറയുന്നു, ഞാൻ ചാട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഞാനായിരുന്നു ജയിച്ചിരുന്നത്. എന്നാൽ ഫലമ്മ അഖദതുൽ ലഹ്മ, ഞാൻ ഇറച്ചി കുറച്ച് കൂടിപ്പോയി. പിന്നെ റസൂലുള്ള ജയിക്കാൻ തുടങ്ങി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമൊക്കെ റസൂലുള്ളാഹി ചിലപ്പോ എന്ത് ചെയ്യും, ഫുതൂർ കാണിക്കും. റസൂലുള്ള ഒരു തളർച്ച കാണിക്കും. തളർച്ചയുണ്ടായിട്ടല്ല, തളർച്ച കാണിക്കും. മുഹമ്മദുൻ സല്ലല്ലാഹു, എന്തിന്? ഭാര്യ കൊണ്ട് ജയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഹമ്മദ് നബി ആരാ? ഉമയ്യത്ത് ബിൻ ഖലഫിനെ ഒറ്റ ഇടി അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ കിടന്ന് കാട്ടിച്ചു എന്നാണ് ചരിത്രം. ബദറിൽ വന്നപ്പോൾ അവിടെ കിടന്ന് കാട്ടിച്ചു, ഒറ്റ അടിയ. ബദറിൽ വന്നപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് വന്നു, പറഞ്ഞു, നദർതു, ഞാൻ വിഗ്രഹങ്ങളെ മുഴുവൻ മുന്നിൽ നേർച്ചയാക്കി പോന്നതാ. മുഹമ്മദിനോടല്ലാതെ യുദ്ധം ചെയ്യൂല എന്ന് ഞാൻ നേർച്ചയാക്കി പോന്നതാണ്. പലരും പറഞ്ഞു മുഹമ്മദ് നബി യുദ്ധത്തിന് ഇറങ്ങില്ല, ഞങ്ങളെമ്പാടും ആളുണ്ട്, ആളില്ലെങ്കിൽ പോരെ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, എനിക്ക് മുഹമ്മദ് നബിയെ വേണമെന്ന് പറഞ്ഞു ഉമയ്യത്ത് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. വിഷയം പുണ്യനബിയുടെ ചെവിയിലെത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ഉമയ്യയോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. പീഠത്തിലിരിക്കുക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമയ്യ കയറി വന്നു. അപ്പോൾ ചോദിച്ചു, ഉമയ്യ ബിൽ യദി അംബിസ്ലാഹ്, എങ്ങനെയാ നീ യുദ്ധം ഉദ്ദേശിക്കുന്നത്, കൈകൊണ്ടോ ആയുധം കൊണ്ടോ? അപ്പോൾ പറഞ്ഞു, അക്ഫീക ബിയദി, എനിക്കെൻ്റെ കൈ മതി എന്ന് പറഞ്ഞു ഉമയ്യ ലഅനത്തുല്ലാഹി അലൈഹി. ഫഖാമൻ നബിയു, ഹബീബായ റസൂലുള്ളാഹി എണീറ്റു. തുടങ്ങി മൽപിടുത്തം തുടങ്ങി. മുഷ്ടി ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചു. ഫതഅനഹു ബൈന കത്ഫൈഹി, ഈ രണ്ട് ചുമലിനിടയിൽ കൊടുത്തൊരടി. അവിടെ അങ്ങോട്ട് ബാക്ക് സീറ്റ് കുത്തി വീഴുകയും പിന്നെ ചെയ്യാവുന്നതൊക്കെ അങ്ങോട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ആളുകൾ വന്ന് ചുമന്നു കൊണ്ടുപോയി. അതിൽ പനി പിടിച്ചു. യാത്രക്കടയിൽ ബദറിൽ നിന്ന് മക്കയ്ക്കുള്ള യാത്രക്കടയിൽ ഉമയ്യ ചത്തു എന്നാണ് പ്രധാന അഭിപ്രായം. ലഅനത്തുല്ലാഹി അലൈഹി. അത്ര വലിയ ശക്തനാ മുഹമ്മദ് നബി. എന്നിട്ടും എന്റെയും ഭാര്യക്ക് തളർന്നു കൊടുക്കും. എന്തിന്? അവളെ മത്സരിപ്പിക്കാൻ. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. പെണ്ണിന് മത്സരിക്കാം, ഭർത്താവിനോട് മത്സരിക്കാം. ആ പെണ്ണിന്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുകയുള്ളൂ. ഏറ്റവും മഹാനായ സസ്യമല്ലേ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ റബ്ബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഏറ്റവും മഹാനാണ് സയ്യിദുനാ ഇസ്ഹാഖ്. ആരാ ഇസ്ഹാഖിന്റെ ഉമ്മ? സാറയാണ് റളിയല്ലാഹു അൻഹ. ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ് ഖാലത് യാ വൈലത അലിദു അന അജൂസ് വഹാദാ ബഅലി ശൈഖ ഇന്ന ഹാദാ ലശൈഉൻ അജീബ് ഖാലു അതഅജബിന മിൻ അംരില്ലാഹ് റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. സാറാ ബീവിയോട് സംസാരിച്ചു സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം. ഫബശർനാഹാ എന്ന അവരാണ് ആര്? ഇസ്രായേലികളുടെ ഉമ്മ. കാരണം ഇസ്രായേലികൾ യാക്കൂബ് നബിയുടെ മക്കളാണ്. യാക്കൂബ് നബിയുടെ ബാപ്പയാണ് ഇസ്ഹാഖ്. ഇസ്ഹാഖിന്റെ ഉമ്മയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയാണ് ആര്? മഹദിയായ സാറാ റളിയല്ലാഹു അൻഹാ. വളരെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഉമ്മയുടെ പ്രാധാന്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മയിൽ നിന്നാണ് ഒരു തലമുറയുണ്ടാവുന്നത്. ഉമ്മ നന്നായാലേ സമുദായം നന്നാവുകയും. നിങ്ങൾ കേൾക്കണോ? നിങ്ങൾക്കറിയാമല്ലോ മഹാനായ സയ്യിദ്